പോക്കോ X2 ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണായിട്ട് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നവരിൽ നിന്ന് ഞാൻ സ്ഥിരം കേൾക്കുന്ന 3 ചോദ്യങ്ങളാണ്. 1. ഈ 120 ഹെർട്സ് ഡിസ്പ്ലേ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 2. പോക്കോ X2ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? 3. 120 ഹെർട്സ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടമാനം ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും വെറും 5 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഈ ഗെയിമിംഗ് സെഷൻ തുടങ്ങിയ സമയവും ഡേറ്റും വേണം നിങ്ങൾക്ക് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിയും. അതുപോലെ തന്നെ 70% ബാറ്ററി കപ്പാസിറ്റി ഈ ഡിവൈസിൽ ഗെയിമിംഗ് തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നു. ഇനി ഈ ഗെയിമിംഗ് സെഷൻ ചെയ്യുന്നത് 6 GB 128 GB വേരിയൻ്റ് ആയിട്ടുള്ള ഒരു പോക്കോ X2ലാണ്. സോ ഇതെങ്ങനെ എത്ര നേരം കൊണ്ട് ഈ ഗെയിം ലോഡാക്കി എടുക്കുമെന്ന് നമുക്ക് കാണാം. പൊതുവേ ഇങ്ങനൊരു സ്പെസിഫിക്കേഷനുള്ളൊരു ഡിവൈസ് 30 സെക്കൻഡ്സിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പോൾ പോക്കോ X2വും ഒരിക്കലും അതിനേക്കാളും കൂടുതൽ സമയം എടുത്തില്ല. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ 24.5 സെക്കൻഡ്സിൽ ഗെയിം ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടി. സോ അത് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു നമ്പറാണ്. പിന്നെ ഡീഫോൾട്ടായിട്ട് ഈ ഡിവൈസിൽ ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്ങിൽ തന്നെ ഗെയിം പ്ലേ ചെയ്യാം. ഡീഫോൾട്ടായിട്ട് ലോഡായത് തന്നെ ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്ങിലായിരുന്നു. പോക്കോ ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ HDR സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നതുകൊണ്ട് ചില സുഹൃത്തുക്കളെങ്കിലും ഓർത്തേക്കാം ഈ ഡിവൈസിൽ PUBG HDRൽ നമുക്ക് കളിക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് പറ്റത്തില്ല കേട്ടോ. HDR ഓപ്ഷൻ ഡിസേബിൾ ആയി തന്നെയാണ് കിടക്കുന്നത്. HD ഹൈ വരെ ഇതിനകത്ത് നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മൂവി മോഡ് എന്ന ഗ്രാഫിക് പ്രൊഫൈലിലാണ് നമ്മൾ ഈ ഗെയിമിംഗ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ ഈ ഗെയിമിംഗ് റിവ്യൂവിൽ ആ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റങ്ങൾ, ഡിസ്പ്ലേയിൽ വരുന്ന വിഷ്വൽ ക്വാളിറ്റി എല്ലാം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഈ ഡിവൈസിൻ്റെ ഗ്രാഫിക് ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ അത് വളരെ ഷോർട്ടായിട്ടാണ്, ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് പോക്കോ X2 എത്ര നന്നായിട്ട് PUBGയും അതുപോലെ തന്നെ മറ്റ് ഗെയിമുകളും ഹാൻഡിൽ ചെയ്യുന്നുവെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഏകദേശം 25 മിനിറ്റ് നീണ്ടു നിന്ന ഒരു ഗെയിമിംഗ് സെഷനാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അതെല്ലാം കാണിച്ച് നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾ പാഴാക്കുന്നില്ല. പകരം 5-6 മിനിറ്റ് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു നിർത്താം. അതുകൊണ്ട് ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം ചെയ്യും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. 120 ഹെർട്സ് ഡിസ്പ്ലേ വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഗെയിമിംഗ് സൂപ്പർ സ്മൂത്ത് ആവും. അതിപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഗെയിമറിന് വളരെ പെട്ടെന്ന് തന്നെ ക്വിക്ക് റിഫ്ലക്സുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഘടകം 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ്. ഞാൻ പല റിവ്യൂകളിലും ഈ 120 ഹെർട്സ് ഡിസ്പ്ലേ ഗെയിമേഴ്സിന് വലിയ ഉപകാരമില്ല, ഒരു പ്രയോജനം ഇല്ലാതിരിക്കുന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം അങ്ങനെയല്ല. ഈ ഗെയിമർ പറഞ്ഞത് അദ്ദേഹത്തിന് ക്വിക്ക് റിഫ്ലക്സുകളൊക്കെ വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇദ്ദേഹം തന്നെ റിയൽമി X2ൻ്റെ ഗെയിമിംഗ് റിവ്യൂവും ചെയ്തതാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തത്. അതും ഇതും അദ്ദേഹം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അവിടെയും അദ്ദേഹത്തിന് ആ വ്യത്യാസം വളരെ എവിഡൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും പോക്കോ X2ലുള്ള ഗെയിമിംഗ് സ്മൂത്താണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരാം. പോക്കോ X2ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട്? പോക്കോ X2ൽ ഗെയിമിങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ ചിപ്സെറ്റ് തന്നെ നമുക്ക് റിയൽമി X2ൽ കാണാൻ കഴിയും. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത റിയൽമി X2 ഒരു 4 GB റാം വേരിയൻ്റ് ആയിരുന്നു. എന്നിട്ട് പോലും നല്ല അടിപൊളി പെർഫോമൻസും സ്മൂത്ത്നെസ്സും അത് നൽകി. അതിനേക്കാൾ ഒരു പടി മുകളിൽ എന്ന് വേണേൽ പറയാവുന്ന രീതിയിലാണ് പോക്കോ X2 ഇതുവരെ പെർഫോം ചെയ്തത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു 6 GB റാം വേരിയൻ്റ് ആണ്. നിങ്ങൾക്കും കൂടെ പെർഫോമൻസിൻ്റെ കാര്യം ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരേ ടാസ്ക് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്ത് നോക്കുകയാണ്. ഒരേ ടാസ്ക് വളരെ പെട്ടെന്ന് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പൊതുവെ ലാഗോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പോക്കോ X2 കാണിച്ചില്ല. ഒരു സിമ്പിൾ ടെസ്റ്റായിരുന്നു. ഇനി ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. രണ്ടാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂവിങ് ടെസ്റ്റാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗെയിമിംഗ് ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വെഹിക്കിൾ നമ്മൾ എടുക്കുന്നു, അത് പല ടെറൈനിൽ നമ്മൾ ഓടിച്ചു നോക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ GPUവിന് വളരെ പെട്ടെന്ന് ഒത്തിരിയേറെ ഗ്രാഫിക്കൽ ഒബ്ജക്റ്റുകൾ റെൻഡർ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ലാഗോ എന്തെങ്കിലും കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതാണ് ഇപ്പോൾ ചെയ്ത് നോക്കുന്നത്. പല ആംഗിളുകളിൽ നിന്ന് നമുക്കിനി ആ വെഹിക്കിളൊന്ന് നോക്കാം. റിഫ്ലക്ഷൻസും ഷാഡോസും ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എല്ലാം പ്രോപ്പറായിട്ട് നാച്ചുറലായിട്ട് വരുന്നുണ്ട്. സോ ആ ബുഷസോ അല്ലെങ്കിൽ ആ പ്ലാന്റ്സൊക്കെ റെൻഡർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുള്ളതായിട്ടോ അൺഈവനായിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. പോക്കോ X2 ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. നിങ്ങൾ ഒരു ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ കഴിയുന്ന നല്ലൊരു ഗെയിമിംഗ് ഡിവൈസ് തന്നെയാണ് പോക്കോ X2. ഇനി മൂന്നാമത്തെ ചോദ്യം, ബാറ്ററി ഡ്രെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഹീറ്റിംഗ് അതെത്രമാത്രം ഉണ്ടായിരുന്നു?
ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് രണ്ടായിട്ട് കാണാം. ആദ്യമേ ഡിവൈസ് ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ്, അതായത് ഹീറ്റിംഗ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാം. ഡിവൈസ് ടെമ്പറേച്ചർ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പോക്കോ എക്സംപ്ലറിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ ഒരു മാതൃകയാണ്. പോക്കോയുടെ ലിക്വിഡ് കൂൾ സിസ്റ്റം അത് ആക്ച്വലി വളരെ എഫക്റ്റീവ് ആണെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ഞങ്ങളുടെ ഈ ഷൂട്ട് ചെയ്ത ഗെയിമിംഗ് സെഷനിലും അതിനുശേഷം ഞങ്ങൾ കളിച്ചു നോക്കിയ പല ഗെയിമിംഗ് സെഷനുകളിലും വളരെ നല്ലൊരു ഡിവൈസ് ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഫോൺ ഓവർ ഹീറ്റ് ആവുകയോ അങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കുകയോ ചെയ്തില്ല. റിയൽമി X2 ഗെയിമിങ്ങിൽ കണ്ടമാനം ഹീറ്റായില്ല. ആ ഗെയിമിംഗ് റിവ്യൂ കാണാനുള്ള ലിങ്ക് മുകളിൽ വന്ന കാർഡിലുണ്ടാവും. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. കാരണം വളരെ സിമിലർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് കാര്യത്തിൽ പോക്കോയ്ക്കും റിയൽമി X2 ഉണ്ട്. കാരണം ഒരേ ചിപ്പായതാവാം. ഇനി പോക്കോ X2 ഞങ്ങൾ മറ്റു പല ഗെയിമുകളും കളിച്ചു നോക്കി. ഓവറോൾ എല്ലാ ഗെയിമുകളിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു ഉദാഹരണത്തിന് ഈ ഗെയിമിലെ ആ ഗെയിമിംഗ് അവതാർ അത് മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റിൻ്റെ ആ ക്ലോത്ത് അതൊക്കെ മൂവ് ചെയ്യുന്നതിലുള്ള ആ ഒരു റിഫ്ലക്ഷൻസ്, ഒരു ഒറിജിനാലിറ്റി എല്ലാം അടിപൊളിയായിരുന്നു. 120 ഹെർട്സ് ഡിസ്പ്ലേയിൽ 25 മിനിറ്റ് ഗെയിമിങ്ങിന് ശേഷം വെറും 10% മാത്രമാണ് ബാറ്ററി ഡ്രോപ്പ് ഉണ്ടായത്. അതെനിക്കൊരു നല്ല എക്സലൻറ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി. പക്ഷേ ഗെയിമർ പറഞ്ഞത് അതൊരു ആവറേജ് പെർഫോമൻസ് ആണെന്നാണ്. കാരണം ഇതിന് 4500 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു IPS LCD പാനലാണ്. സോ ഞങ്ങളിതിനെ ഒരു എബോ ആവറേജ് എന്ന് പറഞ്ഞ് റേറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഫൈനൽ വേർഡ് ഇതാണ്. നിങ്ങൾ 20,000 രൂപയ്ക്ക് കീഴെ നല്ലൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ പോക്കോ X2 തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെയുള്ള ധാരാളം വീഡിയോസും ഈ ചാനലിൽ കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, അഭിപ്രായങ്ങളുണ്ടോ, കമൻ്റായിട്ട് അത് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങളുടെ സ്വന്തം ചെങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.